നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് 26/5/25 ജൂൺ 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരിക്കണമെന്ന് CPIM തീരുമാനിക്കുകയും കേരളത്തിൽ ഈ തീരുമാനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഇപ്പോൾ AKG സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. UDF ആകട്ടെ അവരുടെ പ്രവർത്തന രീതിയിൽ തന്നെ മാറ്റം വരുത്തി സ്വീകരിക്കുന്ന സമീപനം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രകടമായിട്ടുള്ളതാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ഗൂഢനീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിനെ ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന മതരാഷ്ട്രവാദം ഇവിടെയും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. ഇവിടെയെല്ലാം ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിക്കാനും വർഗീയതയ്ക്കെതിരെ നല്ല ജാഗ്രത പുലർത്തി ജനങ്ങളെ അണിനിരത്താനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുള്ളത്. ആ നിലയിൽ വർഗീയതയ്ക്കെതിരെ ജനങ്ങളുടെ ഐക്യം കാത്തുസൂക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സംരക്ഷണത്തിനും അതിനടിസ്ഥാനമായ വികസനവും ജനക്ഷേമവും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. 2 ടേം ഈ ഗവൺമെൻറ് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന 2ാം ഗവൺമെൻറ് 4 വർഷം പൂർത്തിയാക്കി 5ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ 4 വർഷം പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് 3ാം തവണയും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഉയർന്നു നിൽക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിനു വേണ്ടി, സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാ തലത്തിലും പരിശ്രമിക്കുന്നതിനുള്ള പരിപാടികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടക്കുകയാണ്. 1-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ 5-ാം തീയതിക്കുള്ളിൽ ബൂത്ത് തലം വരെയുള്ള കൺവെൻഷനുകൾ ചേരുകയാണ്. 1-ാം തീയതി നിലമ്പൂരിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികളുടെ വിവിധ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. CPMനെ പ്രതിനിധീകരിച്ച് MV ഗോവിന്ദൻ മാഷ്, CPI ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് ജോസ് കെ മാണി, NCPയെ പ്രതിനിധീകരിച്ച് തോമസ് കെ തോമസ്,
കോൺഗ്രസ് എസിനെ പ്രതിനിധീകരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ, RJDയെ പ്രതിനിധീകരിച്ച് ശ്രേംസ് കുമാർ, JDSനെ പ്രതിനിധീകരിച്ച് മാത്യു ടി തോമസ്, INനെ പ്രതിനിധീകരിച്ച് അഹമ്മദ് ദേവർകോവിൽ, കേരള കോൺഗ്രസ് ബിയെ പ്രതിനിധീകരിച്ച് KB ഗണേഷ് കുമാർ, ജനാധിപത്യ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് PC ജോസഫ്, കേരള കോൺഗ്രസ് കറിയ വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ബിനോയ്, ഈ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മന്ത്രിമാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കുന്നതിനുള്ള ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇതിനുള്ള പരിപാടികളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ വൻതോതിൽ പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിട്ട് പോലും ജനങ്ങൾ വൻതോതിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആ നിലയിൽ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കത്തക്ക നിലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുക. ഒരു തരത്തിലും മറ്റ് തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ തിരിച്ചു കൊണ്ടുപോകാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കുകയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വർഗീയതയ്ക്കും എതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണം, പിന്തുണ നൽകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ആലോചിച്ചത് കേരളം വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. അത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വ്യതിയാനമാണ്. ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും കാലവർഷ കെടുതിയിൽ നിന്ന് അതിനിരയാകുന്നവരെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും സാധ്യമായ എല്ലാ നടപടികളും കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മുന്നിട്ടിറങ്ങണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗ തീരുമാനം എന്നുള്ള നിലയ്ക്ക് പൊതുവെ പറയാൻ.